സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അദീന. അവതരണം സിന്ധു അശോക്. പപ്പ എന്തായി പറയുന്നേ? നിനക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ? അയാൾ പരിഹസിച്ചു. ജോഷിപ്പാപ്പനും കുഞ്ഞും മരിച്ചെങ്കിലും അവരുടെ 25 ഏക്കർ പപ്പയുടെ പേരിൽ എഴുതി കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, സമനില തെറ്റിയെങ്കിലും ജോഷിപ്പാപ്പന്റെ ഭാര്യ എന്ന നിലയിൽ ആ 25 ഏക്കറിന്റെ അവകാശി ആരുഷി തമ്പുരാട്ടിയല്ലേ അവരുടെ കുഞ്ഞും. അത് തന്നെയടാ മോനെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും. മരിച്ചുപോയ അൽക്കയ്ക്ക് ഒരു ഇരട്ട സഹോദരി കൂടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ അമ്മച്ചിയെ നമ്മൾ സെന്റിമെന്റ്സിൽ വീഴ്ത്തിയത് എന്തിനാ? പ്രായമായ അമ്മച്ചിയുടെ അവസാനത്തെ ആഗ്രഹമെന്ന നിലയിൽ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? അവൾ വന്നതോടെ ആ 25 ഏക്കറിന് ശരിക്കും അവകാശിയായി അല്ലേ പപ്പ? ഡെന്നിച്ചൻ ചോദിച്ചു. അതേ മോനെ, അൽക്കയാണിപ്പോൾ ആ 25 ഏക്കറിന്റെ അവകാശി. അങ്ങനെ തന്നെ നമ്മളും ആവർത്തിച്ചു പറയണം. എന്നാലേ ഒരു ദിവസം അൽക്ക ഇല്ലാതാകുമ്പോൾ ആരും നമ്മളെ സംശയിക്കാതിരിക്കൂ. ഡെന്നിച്ചൻ ഞെട്ടിപ്പോയി. പപ്പ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ മുന്നിൽ നമുക്കും കൂടി ഗുണമുള്ള 2 റൂട്ടുകളാ മോനെ ഉള്ളത്. ജോയി ചെറുതായി ഒന്ന് ചിരിച്ചു. സ്വന്തം പപ്പയുടെ മറ്റൊരു മുഖം കണ്ട് ഡെന്നിച്ചൻ അമ്പരന്നു. അൽക്ക ജീവനോടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തും. അവൾ ജോഷിയുടെ മകളാണെന്ന് ഗിരിധരവർമ്മ അംഗീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ആ കൊട്ടാരത്തിനും 500 കോടിയുടെ സ്വത്തിനുമുള്ള അവകാശം അവൾ വഴി നമ്മളിലും എത്തും. അത് ശരിയാണ്, മകൻ സമ്മതിച്ചു. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഡെന്നിച്ച. ആ ഗിരിധരവർമ്മ ഞാൻ അറിഞ്ഞെടുത്തോളം അത്ര ശരിയല്ല. സൂത്രം പഠിച്ച കുറുക്കനാ. അൽക്കയുടെ പിതൃത്വവും അതുവഴിയുള്ള അവകാശവും അംഗീകരിക്കാൻ അയാൾ തയ്യാറായില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ 2ാമത്തെ റൂട്ടിലേക്ക് കടക്കുന്നു. ചെമ്പൂർ കൊട്ടാരത്തിലെ അവകാശം തിരസ്കരിക്കപ്പെട്ടാൽ പിന്നെ ശേഷിക്കുന്നത് ഈ 25 ഏക്കറാണ്. അത് യാതൊരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിലവിലുള്ള അവകാശികളെ നമ്മൾ ഇല്ലാതാക്കണം. എന്നുവെച്ചാൽ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് എനിക്ക് മനസ്സിലായി പപ്പ. അൽക്ക കൂടി ഇല്ലാതായാൽ ആരുഷി തമ്പുരാട്ടിക്ക് ഈ ജന്മം സമനില വീണ്ടു കിട്ടില്ല അല്ലേ? അതെ. പിന്നെ എതിരില്ലാതെ 25 ഏക്കർ നമുക്ക് ലഭിക്കുന്നു അല്ലേ? അതെ, ജോയി സമ്മതിച്ചു. എന്നിട്ട് ഗൂഢമായ ചിരിയോടെ തുടർന്നു. 2 റൂട്ടുകളിൽ ഏത് നമ്മൾ നടപ്പിലാക്കണം? നീ എന്തു പറയുന്നു? ആ തീരുമാനം നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാം പപ്പ. ഡെന്നിച്ചൻ പുഞ്ചിരിച്ചു. അതെ, നീ പറഞ്ഞതാ മോനെ ശരി. എല്ലാം കർത്താവ് നടത്തി തരട്ടെ. ജോയി മകന്റെ പുഞ്ചിരി ഏറ്റുവാങ്ങി. ഇരുവരും കൂടി മെല്ലെ ഹാളിലേക്ക് വന്നു. അവിടെ അക്കാമയുടെയും അവരുടെ 6 പെൺമക്കളുടെയും സ്നേഹവാത്സല്യങ്ങളിൽ മുഴുകി അദീന ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി. ജോയി അകത്തേക്ക് ചെന്നു. കൊച്ചുമോളെ കിട്ടിയപ്പോൾ അമ്മച്ചിക്ക് സമാധാനമായല്ലോ. ജോയി അക്കാമയുടെ നരച്ച മുടിയിഴകളിൽ തലോടി. എന്റെ കുഞ്ഞിനെ നീ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നല്ലോ. നിനക്കൊരു കോടി പുണ്യം കിട്ടും മോനെ. അക്കാമ മൂത്ത മകന്റെ വലത് കൈത്തലം പിടിച്ചെടുത്ത് മുത്തം നൽകി. പുണ്യമൊക്കെ അമ്മച്ചിക്ക് തന്നെ ഇരിക്കട്ടെ, ജോയി നിറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് അമ്മച്ചിയുടെ സന്തോഷം മാത്രം മതി, ഡെന്നിച്ചനും പറഞ്ഞു. അക്കാമയോട് ചേർന്നിരിക്കുന്ന അദീനയെ ഇരുവരും തഴുകി. ഇവൾ ഈ ലോകത്തിൽ തന്നെ ഇല്ലെന്ന് കരുതി ഒത്തിരി സങ്കടപ്പെട്ടതാ നമ്മള്. ഇപ്പൊ കിട്ടിയല്ലോ. ഇത് കണ്ട് നമ്മുടെ ജോഷിയുടെ ആത്മാവ് സന്തോഷിക്കട്ടെ. അതെ, ജോഷിയുടെ ആത്മാവിന് ഇപ്പോഴാ ശാന്തി കിട്ടിയിട്ടുണ്ടാവുക, 6 സഹോദരിമാരും പറഞ്ഞു. എന്റെ മോൻ, അവനെ ഞാൻ എങ്ങനെ ഓമനിച്ചു വളർത്തിയതാ. അക്കാമ തേങ്ങിക്കരഞ്ഞു. അമ്മയല്ല, ഞാനാ അവനെ വളർത്തിയത്. എന്റെ ഈ ഒക്കത്തായിരുന്നു 5 വയസ്സുവരെ അവൻ. മൂത്ത സഹോദരി റീത്താമ്മ പറഞ്ഞു. ഞാനാ അവന് ചോറ് വാരിക്കൊടുത്തിരുന്നതും കൂടെ കിടത്തി ഉറക്കിയിരുന്നതും. അദീനയുടെ മുഖം പിടിച്ചുയർത്തി തഴുകി ഓമനിച്ചുകൊണ്ട് റീത്താമ്മ തുടർന്നു. അതുകൊണ്ട് അൽക്കമോള് കുറച്ചു ദിവസം എന്റെ കൂടെ നിൽക്കട്ടമ്മച്ചി. റീത്തേച്ചിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടുകളിലും നിൽക്കട്ടെ, ഇളയ സഹോദരിമാർ പറഞ്ഞു. എല്ലാവരും കൊണ്ടുവയ്ക്കോ, അക്കാമ്മ പറഞ്ഞു. അതിപ്പോ ഞാനങ്ങനെ നിന്നാൽ? അദീന സങ്കോചപ്പെട്ടു. എന്താ മോളെ, എന്റെ പഠിത്തം പോകൂലേ? എനിക്ക് സ്കൂളിൽ പോകണ്ടേ? മോള് പറഞ്ഞതാ ശരി, ജോയി പ്രഖ്യാപിച്ചു. അൽക്കമോൾക്ക് സ്കൂളിൽ പോകണം. അത് മുടക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് വെക്കേഷനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അവളെ വീട്ടിൽ കൊണ്ടുപോകാം. അതല്ലേ അമ്മച്ചി നല്ലത്? ജോയി അക്കാമയുടെ അഭിപ്രായം തേടി. അതെ, അത് മതി, കുട്ടി പഠിക്കട്ടെ. അക്കാമ അദീനയുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു. എന്റെ ജോഷി ഇങ്ങനായിരുന്നു. പഠിത്തം കഴിഞ്ഞിട്ടേ അവനെ മറ്റെന്തിനാണേലും കിട്ടൂ. അവരുടെ ശബ്ദം ഇടറി. അവന്റെ മോളും പഠിക്കട്ടെ. പഠിച്ച് അവള് വലിയ നിലയിലെത്തുന്നത് എന്റെ മോൻ സ്വർഗത്തിലിരുന്ന് കാണട്ടെ. അമ്മച്ചി കരയാതെ, ജോയി അമ്മച്ചിയെ തലോടി. പെൺമക്കളും അക്കാമയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു.
ആ വലിയ വീടും അവിടെയുള്ളവരുടെ സ്നേഹവുമൊക്കെ ആവോളം അനുഭവിക്കുകയായിരുന്നു അധീന. എനിക്കാകെ ഭയമാകുന്നു ഗിരിയേട്ട. കോട്ടയം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അധീന എവിടെയുമില്ലല്ലോ. കാറിൽ മടങ്ങുമ്പോൾ രാജരാജേശ്വരി ഗിരിധരവർമ്മയോട് പറഞ്ഞു, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഗിരിധരവർമ്മയുടെ ഉള്ളിലും അതേ ചോദ്യം തന്നെയായിരുന്നു. ഇനി എന്തു ചെയ്യും? പെട്ടെന്ന് ഗിരിധരവർമ്മയുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു വന്നു. ആന്റണിയുടെ. ഗിരിധരവർമ്മ കാർ നിർത്തി തന്റെ മൊബൈൽ എടുത്ത് ആന്റണിയെ വിളിച്ചു. എന്താ തമ്പുരാൻ? അങ്ങേത്തലയ്ക്കൽ വിശ്വസ്തനായ ആന്റണിയുടെ ശബ്ദം കേട്ടു. ഒരു പ്രശ്നമുണ്ട് ആന്റണി. ഗിരിധരവർമ്മ അധീനയെ കാണാതായ വിവരം വിശദീകരിച്ചു പറഞ്ഞു. പോലീസിൽ വിവരമറിയിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാമല്ലോ ആന്റണി. അറിയാം. അതുകൊണ്ട് ആരും അറിയാതെ ഞാനും രാജേശ്വരിയും കുറെ അന്വേഷിച്ചു. പക്ഷേ തമ്പുരാൻ പേടിക്കണ്ട. എനിക്ക് കഴിയുന്ന പല നേർവഴികളും കുറുക്കുവഴികളുമുണ്ട്. 2 റൂട്ടുകളിലും ഞാൻ അന്വേഷിക്കാം. നാളെ ഈ സമയത്തിന് മുമ്പ് ആ കുട്ടി എവിടെയുണ്ടെന്ന വിവരം കൃത്യമായി ഞാൻ തമ്പുരാന് തന്നിരിക്കും. ഉറപ്പ്. ആന്റണിയുടെ ഉറച്ച സ്വരം കേട്ടതോടെ ഗിരിധരവർമ്മ ദീർഘമായി നിശ്വസിച്ചു. ആന്റണി ഒരു കാര്യം ഏറ്റാൽ ഏറ്റതാണ്. ഇനി നീ വിഷമിക്കേണ്ട രാജേശ്വരി. ആന്റണി അവളെ കണ്ടുപിടിച്ചു തരും. രാജരാജേശ്വരിക്കും അപ്പോൾ അല്പം ആശ്വാസം തോന്നി. ചെമ്പൂർ കോവിലകത്തിന്റെ മുറ്റത്ത് കാർ നിർത്തി അവർ പൂമുഖത്തേക്ക് കയറുമ്പോൾ പൊട്ടി വീണതുപോലെ മുമ്പിൽ നിൽക്കുന്നു പാർവതി തമ്പുരാട്ടി. കുട്ടി എവിടെ രാജേശ്വരി? അവർ ചോദിച്ചു. അവൾ അവൾ രാജേശ്വരി തമ്പുരാട്ടി വാക്കുകൾക്കായി ഒന്ന് തപ്പിത്തടഞ്ഞു. പിന്നെ എങ്ങനെയോ ഒരു കള്ളം പെട്ടെന്ന് നാവിൽ വന്നുപെട്ടു. അവൾക്ക് ഒരു ദിവസം അനിയത്തിമാരുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു ജ്യേഷ്ഠത്തി. 1-2 ദിവസം നിന്നോളാൻ ഗിരിയേട്ടനും ഞാനും പറഞ്ഞു. ഛേ! പാർവതി തമ്പുരാട്ടി ഈർഷ്യയോടെ പറഞ്ഞു. അതിന് അവിടുള്ളത് അൽക്കയുടെ സ്വന്തം അനിയത്തിമാരൊന്നും അല്ലല്ലോ ഗിരിധര. അൽക്ക ഈ കൊട്ടാരത്തിലെ രക്തമല്ലേ? അതേ ജ്യേഷ്ഠത്തി. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവരുടെ സന്തോഷത്തിന് വേണ്ടി അല്പം വിട്ടുവീഴ്ച ചെയ്തേ ഉള്ളൂ. കുട്ടി നമ്മുടെ കൂടെ നിന്ന് രാജധർമ്മങ്ങളും കൊട്ടാരത്തിലെ പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ പഠിക്കേണ്ട സമയമായത്. കിരീടാവകാശിയാകുന്നതിന് മുമ്പ് കുട്ടിയെ എല്ലാം പഠിപ്പിച്ചെടുക്കണ്ടേ? ജ്യേഷ്ഠത്തി, ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം. ശരി. പൂർണ്ണ തൃപ്തിയോടെ അല്ലെന്ന് വരുത്തി ഒന്ന് മൂളിയിട്ട് പാർവതി സ്ഥലം വിട്ടു. തൽക്കാലം രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ ഗിരിധരവർമ്മയും രാജരാജേശ്വരിയും നിന്നു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ സമയം. കൊട്ടാരത്തിലെ ഓഫീസ് മുറിയിലായിരുന്ന ഗിരിധരവർമ്മയ്ക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് മൊബൈൽ ശബ്ദിച്ചു. ആന്റണിയാണെന്നറിഞ്ഞപ്പോൾ ഒറ്റ ബെല്ലിന് തന്നെ വർമ്മ കോൾ അറ്റൻഡ് ചെയ്തു. ആന്റണി, നീ എന്താടാ ഇത്രയും വൈകിയത്? അക്ഷമനായി ഗിരിധരവർമ്മ ചോദിച്ചു. ഞാൻ അന്വേഷിക്കുകയായിരുന്നു തമ്പുരാൻ. കൃത്യമായ വിവരം വേണ്ടേ തമ്പുരാന് തരാൻ? എന്നിട്ട് കൃത്യമായ വിവരം കിട്ടിയോ? അവൾ എവിടെയുണ്ട് പറയടാ. ഇവിടെയുണ്ട് തമ്പുരാൻ. പെട്ടെന്ന് ഓഫീസ് റൂമിന്റെ വാതിൽക്കൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഗിരിധരവർമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്നു അധീന. അവൾക്കൊപ്പം നിഗൂഢമായ ഒരു ചിരിയോടെ മറ്റൊരാളും. കാഞ്ഞിരപ്പള്ളി തകരക്കൽ തറവാട്ടിലെ മൂത്ത മോൻ ജോയി ജോൺ. ഗിരിധരവർമ്മ പെട്ടെന്ന് കോൾ കട്ടാക്കി മൊബൈൽ ഓഫ് ചെയ്തു. മോളെ നീ. ഗിരിധരവർമ്മയ്ക്ക് തൊണ്ട വരളുന്നുണ്ടായിരുന്നു. നീ ഇവന്റെ കൂടെ ആയിരുന്നോ? അതേ മുത്തശ്ശ, അധീന ഉത്സാഹത്തോടെ പറഞ്ഞു. ഓഹോ, നീയപ്പോൾ ഞങ്ങളെ ധിക്കരിക്കാനൊക്കെ പഠിച്ചു അല്ലേ? പെട്ടെന്ന് ഗിരിധരവർമ്മ ക്ഷുഭിതനായി. മോളോട് ചൂടാകണ്ട, ജോയി ഇടയ്ക്ക് കയറി. അവൾ പാവമാ. അവളെ ട്രാപ്പിലാക്കിയാ ഞങ്ങൾ കൊണ്ടുപോയത്. എന്തിന്? വർമ്മ കയർത്തു. എന്റെ അമ്മച്ചിക്ക് ഒന്ന് കാണാൻ. ജോയിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. എന്റെ അമ്മച്ചി എന്ന് പറയുമ്പോൾ അത് ജോഷിയുടെയും അമ്മച്ചിയാണ്. മരിച്ചുപോയ ഓമന മകന്റെ ഒരേയൊരു കുഞ്ഞിനെ ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞ് ആ അമ്മച്ചി രാവും പകലും കരഞ്ഞാൽ കാട്ടിക്കൊടുക്കണ്ടേ? അത്രേ ചെയ്തുള്ളൂ. അത് തെറ്റോ ചതിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തമ്പുരാൻ എന്നെ പോലീസിൽ ഏൽപ്പിച്ചോളൂ. ജോയിയുടെ വെല്ലുവിളി ഗിരിധരവർമ്മ ശ്രദ്ധിച്ചു. അല്ല തമ്പുരാൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ചെയ്യുമായിരുന്നെങ്കിൽ അൽക്കമോളെ കാണാതായപ്പോഴേ പോലീസിൽ അറിയിക്കുമായിരുന്നല്ലോ. എന്താ ശരിയല്ലേ? അത് വർമ്മ ഉത്തരം പറയുന്നതിന് മുമ്പ് രാജരാജേശ്വരി ഓടിക്കിതച്ച് അവിടെ എത്തി. മോളെ, കൊട്ടാരത്തിന്റെ ഓഫീസ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് അധീന ഇറങ്ങുന്നതും മട്ടുപ്പാവിൽ നിന്ന് അവർ കണ്ടിരുന്നു. നീ ഇത് എവിടെയായിരുന്നു മോളെ? ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയത്? വന്ന പാടെ അവർ ഉദ്യോഗത്തോടെ ചോദിച്ചു. എന്നെ ആരും തട്ടിക്കൊണ്ടുപോയില്ല മുത്തശ്ശി. പിന്നെ ഞാൻ എന്റെ ഡാഡിയുടെ വീട്ടിൽ പോയതാ അമ്മാമ്മച്ചിയെ കാണാൻ. അധീന ജോയിയെ തൊട്ടുകാട്ടി. മുത്തശ്ശി കണ്ടോ? ഇത് ഡാഡിയുടെ ചേട്ടനാ, എന്റെ വെല്ലിപ്പാപ്പൻ. എന്തൊക്കെയോ ചോദ്യങ്ങൾ പോലെ രാജരാജേശ്വരി ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. ഗിരിധരവർമ്മ ചിരിക്കാൻ ശ്രമിച്ചു. രാജേശ്വരി, നീ മോളെയും കൂട്ടി പോയിക്കോളൂ. ശരി. രാജരാജേശ്വരി അധീനയുടെ കയ്യിൽ പിടിച്ചു. ഞാൻ പോട്ടെ വെല്ലിപ്പാപ്പ.
ഇനി അടുത്ത അവധിക്ക് വരുമെന്ന് അമ്മാമ്മച്ചിയോട് പറഞ്ഞേക്ക്. ജോയിയെ നോക്കി അധീന പറഞ്ഞു. പറഞ്ഞേക്കാം മോളെ, അയാൾ സമ്മതിച്ചു. അധീനയെയും കൂട്ടി അകത്തേക്ക് നടക്കുമ്പോൾ രാജരാജേശ്വരി ചോദിച്ചു, ആ വീട്ടിൽ ചെന്ന് നീ അവരോടൊക്കെ പെട്ടെന്നങ്ങ് ഇണങ്ങിയെന്ന് തോന്നുന്നല്ലോ മോളെ. ഉവ്വ മുത്തശ്ശി, അതെന്റെ ഡാഡിയുടെ വീടല്ലേ, അവിടെയുള്ളവരൊക്കെ ഒരുപാട് സ്നേഹമുള്ളവരാ മുത്തശ്ശി. അധീന വളരെ താല്പര്യത്തോടെയാണ് പറയുന്നതെന്ന കാര്യം രാജരാജേശ്വരി ശ്രദ്ധിച്ചു. അപ്പോൾ അധീന ജോഷിയുടെ കുഞ്ഞാണെന്ന് തകരയ്ക്കൽ തറവാട്ടിലുള്ളവർ വിശ്വസിക്കുന്നു. കഷ്ടം. അപ്പോൾ ഞാനിനി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ തമ്പുരാൻ? ജോയി ഗിരിധരവർമ്മയോട് ചോദിച്ചു. എനിക്ക് പോകാമല്ലോ? പോകാം, പക്ഷേ ഒരു കാര്യം ഓർത്തോ. വർമ്മയുടെ സ്വരത്തിന് കടുപ്പമുണ്ടായിരുന്നു. എന്താ? പുറത്തേക്ക് പോകാൻ തുനിഞ്ഞ ജോയി തിരിഞ്ഞു നിന്നു. നിന്റെ അമ്മച്ചിയെ കാണാൻ അടുത്ത അവധിക്ക് വരുമെന്ന് കുട്ടി ഇപ്പോൾ പറഞ്ഞു. അതങ്ങ് മറന്നേക്ക്. മറക്കാനോ? അതെന്താ? എന്റെ അനുവാദം പോലും ചോദിക്കാതെ നീ ഇന്നലെ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അത് ഞാനങ്ങ് ക്ഷമിക്കുന്നു. പക്ഷേ ഇനി അവളെ നിന്റെ അമ്മച്ചി കാണില്ല. മനസ്സിലായില്ല? എന്റെ മകൾ ആരുഷി പ്രസവിച്ച കുട്ടിയെ അൽക്ക എന്ന് വെച്ചാൽ എന്റെ പേരക്കുട്ടി. അവൾക്കിനി മറ്റൊരു അവകാശിയില്ല. അങ്ങനെ അങ്ങ് കൽപ്പിക്കാൻ എന്താ? തമ്പുരാന്റെ മകൾക്ക് ദിവ്യഗർഭത്തിലുണ്ടായ കുട്ടിയാണോ അൽക്ക? ജോയിക്ക് അരിശ അടങ്ങിയില്ല. അയാൾ തുടർന്നു. ഞങ്ങൾ 8 മക്കളിൽ അമ്മയുടെ അരിമയായിരുന്നു ജോഷി. തകരയ്ക്കൽ കുടുംബത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് ഒരു വ്യാഴവട്ടത്തോളം അവൻ മുംബൈയിൽ പോയി കിടന്നു കഷ്ടപ്പെട്ടത് തമ്പുരാന്റെ മകൾക്കും ആ കുഞ്ഞിനും വേണ്ടിയിട്ടാ. ഇപ്പോൾ അവൻ മരിച്ചെന്ന് കരുതി കുഞ്ഞിന്റെ മേൽ ഞങ്ങളുടെ കുടുംബത്തിന് അവകാശമില്ലെന്നോ? ആര് പറഞ്ഞു തന്നു ഈ ന്യായം? നിങ്ങൾ കൂടുതൽ പറയണ്ട, ഗിരിധരവർമ്മ വിലക്കി. പക്ഷെ ജോയി അത് ഗൗനിച്ചില്ല. പറയാതിരിക്കാൻ പറ്റില്ല തമ്പുരാനെ. അൽക്ക ആരുഷിയുടെ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന്റെ തന്ത ജോഷിയാ. അല്ലെന്ന് വരുത്താൻ ശ്രമിച്ചാൽ ആണെന്ന് തെളിയിക്കാൻ തകരയ്ക്കൽ കുടുംബം ഒന്നടങ്കമിറങ്ങും. അത് വേണോ? ജോയി ഒരു തരം ഭീഷണി പോലെയാണ് പറഞ്ഞത്. ജോയിക്ക് എന്തൊക്കെയോ ഗൂഢമായ ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് ഗിരിധരവർമ്മയ്ക്ക് മനസ്സിലായി. തൽക്കാലം ഇയാളെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ജോയി പുറത്തേക്കിറങ്ങി. കാർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഗിരിധരവർമ്മ മൊബൈൽ ഓണാക്കി. അതേ നിമിഷം തന്നെ അത് റിങ് ചെയ്തു. ആന്റണിയുടെ കോളായിരുന്നു അത്. ഇതെന്താ തമ്പുരാൻ? മുമ്പേ കട്ടായി കഴിഞ്ഞു. ഒരുപാട് തവണ ഞാൻ ട്രൈ ചെയ്തു. ചാർജ് ഇല്ലായിരുന്നോ ഫോണിന്? അൽക്ക ആ റാസ്കലിന്റെ തറവാട്ടിലുണ്ടായിരുന്നു. അതല്ലേ നീ പറയാമെന്നത്? വർമ്മ ഇടയ്ക്ക് കയറി ചോദിച്ചു. അതെ. തമ്പുരാൻ എങ്ങനെ അറിഞ്ഞു? ആന്റണിക്ക് അമ്പരപ്പായിരുന്നു. അടുത്ത നിമിഷം അയാൾക്ക് കിട്ടിയത് ഗിരിധരവർമ്മയുടെ കൽപ്പനയാണ്. എനിക്ക് നിന്നെ കാണണം, നാളെ തന്നെ. കാണാൻ തമ്പുരാൻ, ആന്റണി ഭവ്യതയോടെ പറഞ്ഞു. കോൾ കട്ട് ചെയ്യുമ്പോൾ ഗിരിധരവർമ്മയുടെ മുഖവും കണ്ണുകളും തീക്കട്ട പോലെ ആളിത്തുടങ്ങിയിരുന്നു. അതേ ഭാവത്തിലാണ് അദ്ദേഹം അറയ്ക്കുള്ളിലേക്ക് ചെന്നതും. വല്ലാത്തൊരു വ്യതയോടെ രാജരാജേശ്വരി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഗിരിയേട്ട ഇതിനർത്ഥം? വർമ്മയെ കണ്ടപാടെ അവർ ചോദിച്ചു. അധീനയ്ക്ക് പുതിയ ബന്ധുക്കൾ ഉണ്ടായിരിക്കുന്നുവല്ലോ. അൽക്ക മരിച്ചുപോയെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്ഥിതിക്ക് അധീനയെ അൽക്കയാക്കി നമ്മളിവിടെ കൊണ്ടുവന്നത് ജോഷിയുടെ ബന്ധുക്കൾ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞതെങ്ങനായാലും അത് അപകടമാ രാജേശ്വരി. കാരണം ആ ജോയി വല്ലാത്തൊരു കുറുക്കൻ തന്നെയാണ്. രാജരാജേശ്വരി മനസ്സിലാകാതെ നോക്കി. ഇളയ അനുജന്റെ മകളോട് വല്ലാത്തൊരു സെന്റിമെന്റ്സ് അവൻ പ്രകടിപ്പിച്ചത്. അപ്പന്റെ 50 ഏക്കർ റബ്ബർ തോട്ടം ജോഷിക്ക് കൂടി ഭാഗം വെച്ചതിന് ബഹളം വെച്ചവനവൻ. വർമ്മ പാതിയിൽ നിർത്തി. അപ്പോൾ ജോഷിയുടെ പേരിൽ ഇപ്പോഴും ആ റബ്ബർ തോട്ടം ഉണ്ടോ? ഉണ്ട്. ജോഷിയും അൽക്കയും മരിച്ചതോടെ ആ 25 ഏക്കർ തോട്ടത്തിന്റെ അവകാശം ആരുഷിക്കായി. പക്ഷേ സമനില തെറ്റി അവളെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചിട്ട് തോട്ടം മുഴുവൻ അവൻ കസ്റ്റഡിയിൽ വെച്ചിരിക്കുക. അപ്പോൾ പിന്നെ അൽക്കമോളാണെന്ന് പറഞ്ഞ് അധീനയെ തറവാട്ടിലെത്തിച്ചാൽ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ജോഷിയുടെ വീതം അയാൾക്ക് നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ? രാജരാജേശ്വരി ചോദിച്ചു. ശരിയാ, ആ 25 ഏക്കർ അൽക്കമോൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് അയാൾ അത് നഷ്ടപ്പെടുത്തുമോ? രാജരാജേശ്വരി സംശയം പ്രകടിപ്പിച്ചു. വർമ്മ ഒന്ന് ചിരിച്ചു. ലോകത്ത് നടക്കുന്ന കള്ളക്കളികളെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല രാജേശ്വരി. കാഞ്ഞിരപ്പള്ളി കാട്ടുമുക്കിലുള്ള ആ 25 ഏക്കർ നഷ്ടപ്പെട്ടാലും അതിന്റെ 1000 ഇരട്ടി അയാൾക്ക് വേറെ കിട്ടുമെങ്കിലോ? ഗിരിയേട്ടൻ എന്താ അർത്ഥമാക്കിയത്? രാജരാജേശ്വരി അയാളെ സൂക്ഷിച്ചു നോക്കി. പാർവതി ജ്യേഷ്ഠത്തിയെ കൂടാതെ ഒരു ശത്രു കൂടി ഈ ചെമ്പൂർ കൊട്ടാരത്തിൽ കണ്ണു നട്ടിരിക്കുന്നു. ആഗ്രഹിച്ചത് നേടാൻ ജോഷിയുടെ മകളെ അവൻ തുർപ്പുചീട്ടാക്കുകയാണ്. ചെമ്പൂർ കൊട്ടാരത്തിന്റെ അവകാശിയാണല്ലോ ആരുഷി. അൽക്ക അവളുടെ മകളും. അവരുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ അൽക്ക കൊട്ടാരത്തിന്റെ അനന്തരാവകാശിയാണ്. അമ്പരന്ന് നിന്ന രാജരാജേശ്വരി പെട്ടെന്ന് തലയാട്ടി. എനിക്ക് മനസ്സിലാകുന്നുണ്ട് തമ്പുരാൻ.
ഗിരിധരവർമ്മയുടെ നെറ്റിയിൽ നെടുനീളെ വരകൾ വീണു. അതീവ രഹസ്യമായിട്ടാണ് അധീനയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഇത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കാനും നമ്മൾ പോലും അറിയാതെ അവളെ തട്ടിക്കൊണ്ടുപോകാനും അവർക്ക് കഴിഞ്ഞു. ഗൗരവത്തോടെ രാജരാജേശ്വരി പറഞ്ഞു. ആ നിലയ്ക്ക് ജോഷിയുടെ വീട്ടുകാർ അത്ര നിസ്സാരക്കാരല്ല ഗിരിയേട്ടാ. നമ്മൾ സൂക്ഷിച്ചേ മതിയാവൂ. അതെനിക്കും അറിയാം രാജേശ്വരി. ഗിരിധരവർമ്മയുടെ സ്വരം മുറുകി. എത്രയും വേഗം ആരുഷിയുടെ ട്രീറ്റ്മെന്റ് പൂർത്തിയായിരുന്നെങ്കിൽ. അത് ശരിയാ ഗിരിയേട്ടാ. ഞാനൊന്ന് നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഗിരിധരവർമ്മ അല്പം ആലോചിച്ച ശേഷം പറഞ്ഞു. ശത്രുക്കളാണ് ചുറ്റുമെന്ന് രാജരാജേശ്വരിക്ക് മനസ്സിലായി. അപകടമുണ്ട്. ചെമ്പൂർ ടെക്സ്റ്റൈൽസിലെ തന്റെ ക്യാബിനിലേക്ക് കയറി വന്ന ആന്റണിയുടെ കവിളത്ത് ഗിരിധരവർമ്മ ഒറ്റയടി. നായേ, നീ എന്നെ ഒറ്റിയല്ലേടാ. ആന്റണിയുടെ കണ്ണുമിഴിഞ്ഞു. അടിയുടെ വേദനയേക്കാൾ ഒറ്റി എന്ന തമ്പുരാന്റെ വാക്കുകളാണ് അയാളെ വിഷമിപ്പിച്ചത്. ഞാൻ ഒറ്റിയെന്നോ? തമ്പുരാൻ എന്തായി പറയുന്നേ? അൽക്കയ്ക്കൊരു ഇരട്ട സഹോദരിയുണ്ടെന്നും അവളെ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നെന്നും നീയല്ലാതെ ആര് പറഞ്ഞിട്ടാടാ ജോയി അറിയുന്നത്? ആന്റണി സ്തംഭിച്ചു നിന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല തമ്പുരാൻ. എത്രയോ വർഷമായി ഞാൻ കൂടെ നിൽക്കുന്നു. തമ്പുരാൻ അഹിതമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഇതുവരെ ആന്റണി ചെയ്തിട്ടുണ്ടോ? അയാളുടെ മുഖത്ത് വിഷാദം പ്രതിഫലിച്ചു. പിന്നെ എങ്ങനാടാ അവൻ ഞങ്ങളെ പിന്തുടർന്നതും അതിവിദഗ്ധമായി അധീനയെ കടത്തിക്കൊണ്ടുപോയതും? വർമ്മയുടെ കോപം ഒട്ടും ശമിച്ചിരുന്നില്ല. തമ്പുരാനാണേ സത്യം. ആന്റണിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ. അത് മറന്ന ആന്റണി ഒന്നും പ്രവർത്തിക്കുകയില്ല. അയാൾ തറപ്പിച്ചു പറഞ്ഞു. അതോടെ ഗിരിധരവർമ്മയുടെ കണ്ണുകളിലെ തീ അല്പം അണഞ്ഞു. നീ പറഞ്ഞില്ലെങ്കിൽ അവരെങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു കൊടുത്തു? അതാ എനിക്കറിയേണ്ടത്. തമ്പുരാൻ. ആന്റണി തല പുകഞ്ഞ് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു. ആരുഷി തമ്പുരാട്ടി പ്രസവിച്ച ഹോസ്പിറ്റൽ അറിഞ്ഞു വരണമെന്ന് തമ്പുരാൻ അന്ന് എന്നോട് പറഞ്ഞില്ലേ? ആ. തമ്പുരാട്ടിയും ജോഷിയുമൊക്കെ മുംബൈയിൽ സ്ഥിരതാമസമായിരുന്നത് കൊണ്ട് പുറമെയുള്ള ആർക്കും അതറിയത്തില്ലായിരുന്നു. ഒടുവിൽ ജോയിൽ നിന്ന് തന്നെയാ ഞാനത് അറിഞ്ഞത്. പക്ഷെ അയാൾക്കൊരു സംശയവും ഉണ്ടാക്കാത്ത വിധത്തിൽ ആ സൂത്രത്തിൽ ഞാനത് ചോദിച്ചത്. സൂത്രം? ഗിരിധരവർമ്മ പല്ല് കടിച്ചു. നിന്റെ സംശയം ശരിയാ. നീ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചത് എന്തിനാണെന്ന് അയാൾ ഹോസ്പിറ്റലിൽ ചെന്ന് തന്നെ അന്വേഷിച്ചു മനസ്സിലാക്കി. അതാ അയാളുടെ മിടുക്ക്. ആ ഡോക്ടർ പിടികൊടുക്കാതിരിക്കാനാവുന്നത്ര ശ്രമിച്ചതാ. പക്ഷെ ഒടുവിൽ പറയേണ്ടി വന്നു. എന്റെ കർത്താവേ. ആന്റണി നെഞ്ചിൽ കൈവച്ചു. അപ്പോ എല്ലാം വെളിച്ചത്തായോ? എല്ലാമില്ല. ഗിരിധരവർമ്മ ഗൂഢമായി ചിരിച്ചു. ചിലത് മാത്രം. അപ്പോ ജോയിയുടെ കണ്ണ് ചെമ്പൂർ കൊട്ടാരത്തിലാണ്. ആ അത്യാഗ്രഹത്തിന് അവൻ വലിയ വില കൊടുത്തേ മതിയാവൂ. അവന്റെ ജീവനാണോ തമ്പുരാൻ ഉദ്ദേശിക്കുന്ന വില? അല്ല, അവന്റെ ജീവൻ എനിക്ക് വേണ്ടടാ. വർമ്മ ചിരിച്ചു. പിന്നെ വരട്ടെ, അത് തീരുമാനിക്കാൻ സമയം വരും. അപ്പോൾ മതി. പുലർച്ചെ പാർവതി തമ്പുരാട്ടിയും നശ്വതിയും ശ്രീദുർഗാ ക്ഷേത്രത്തിലേക്ക് പോകാൻ പൂമുഖത്തേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് അധീന എതിരെ വന്നത്. കുളിച്ച് പുത്തൻ മിടിയും ടോപ്പും അണിഞ്ഞിരുന്നു അവൾ. ഉദ്യാനത്തിൽ നിന്ന് വന്ന അവളുടെ കയ്യിൽ ഒരു കൂട നിറയെ കുടമുല്ലപ്പൂക്കളും ഉണ്ടായിരുന്നു. നീ രാവിലെ പൂ പറിക്കാൻ പോയതാ? അശ്വതി ചോദിച്ചു. പൂന്തോട്ടത്തിൽ ഒരുപാട് മുല്ലപ്പൂക്കളുണ്ട് അശ്വതി ആന്റി. ഞാനിത് കോർക്കാൻ പോവും. ആന്റിക്ക് വേണോ? വേണ്ട. അശ്വതിയുടെ മുഖം കടുത്തു. വിധവയ്ക്ക് പൂ ചൂടാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? ഇല്ലല്ലോ. പറഞ്ഞുകൊണ്ട് അധീന മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. അശ്വതി അവളുടെ ആ പ്രസരിപ്പ് ശ്രദ്ധിച്ചു. അമ്മേ, അവൾ വിളിച്ചു. പാർവതി തമ്പുരാട്ടി മകളെ നോക്കി. അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ കുറെ ദിവസമായില്ലേ പാലിൽ വിഷം കലർത്തി കൊടുക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും അവളുടെ ഓട്ടോ ചാട്ടവും കണ്ടില്ലേ? ഒട്ടും ക്ഷീണം കാണുന്നില്ലാലോ. മുഖത്താണെങ്കിൽ തേജസ് ഇരട്ടിക്കുന്നേയുള്ളൂ. ഞാനും അത് ശ്രദ്ധിക്കുമായിരുന്നു മോളെ. പാർവതിയും പറഞ്ഞു. ആ രാഗിണി നമ്മളെ പറ്റിക്കുവാണോ? അശ്വതിയുടെ നെറ്റി ചുളിഞ്ഞു. എങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അവളെ കയ്യോടെ പിടിക്കണം. ഇന്നു മുതൽ അൽക്കയ്ക്ക് പാല് കൊടുക്കുന്നത് നമ്മൾ നേരിട്ടാ. എന്താ? അതു മതി. സർപ്പക്കണ്ണുകൾ പോലെ അശ്വതിയുടെ കണ്ണുകൾ തിളങ്ങി. കാച്ചി കുറുക്കിയെടുത്തു പഞ്ചസാരയിട്ട പാൽ ഒരു ഗ്ലാസ്സിലെടുത്ത് ട്രേയിൽ വെച്ച് രാഗിണി കൊണ്ടുവന്നു. പാർവതി തമ്പുരാട്ടി അത് വാങ്ങി അറയിലെ ടീപ്പോയിൽ വെച്ചു. പിന്നെ ഗൂഢമായ അർത്ഥത്തിൽ അശ്വതിയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ തന്നെ ചേർക്കാം മോളെ. കുപ്പിയിലെ സ്ലോ പോയിസൺ പാർവതി തമ്പുരാട്ടി തന്നെ എടുത്തു. വേണ്ടത്ര അളവിൽ അത് പാലിൽ ചേർത്ത ശേഷം അവർ കുപ്പി ഭദ്രമായി തിരിച്ചു വെച്ചു. രാഗിണി ഗ്ലാസ്സിലിരുന്ന ട്രേ എടുക്കാൻ തുടങ്ങുമ്പോൾ പാർവതി തമ്പുരാട്ടി മകൾക്ക് കണ്ണുകൊണ്ടൊരു സൂചന കൊടുത്തു. അത് അവിടെ വെച്ചേക്ക് രാഗിണി. പെട്ടെന്ന് അശ്വതി പറഞ്ഞു. വെച്ചേക്കാനോ? രാഗിണി അമ്പരന്നു. പാല് കൊച്ചു തമ്പുരാട്ടിയുടെ അറയിലേക്ക് കൊണ്ടുപോകണ്ടേ തമ്പുരാട്ടി? കൊണ്ടുപോകണം. പാർവതി തമ്പുരാട്ടി ഹൃദ്യമായി ചിരിച്ചു. പക്ഷെ ഇന്ന് ഞാൻ തന്നെ കുട്ടിക്ക് പാല് കൊടുത്തോളാം രാഗിണി. അവളും എന്റെ പേരക്കുട്ടി തന്നെയല്ലേ. അവളെ ഊട്ടിയുറക്കാനൊക്കെ എനിക്കും മോഹമില്ലേ? പരിഹാസസ്വരത്തിലാണ് അവർ അത് പറഞ്ഞത്.
അതെ തമ്പുരാട്ടി, എന്നാലും ഞാൻ. രാഗിണി പരിങ്ങലിലായി. മതി പറഞ്ഞത്. പെട്ടെന്ന് പാർവതി തമ്പുരാട്ടിയുടെ ഭാവം മാറി. എന്താടി, 1,00,000ന്റെ ഒരു കെട്ട് ഞാൻ തന്നത് നീയങ്ങും മറന്നോ? അയ്യോ തമ്പുരാട്ടി, അടിയൻ. രാഗിണി ഭയന്നു. രാജരാജേശ്വരി മാത്രമല്ല ചെമ്പൂരെ രാജ്ഞി, ഞാനും രാജ്ഞിയാ, മൂത്ത രാജ്ഞി. മനസ്സിലായോ നിനക്ക്? ഉവ്വ്. എങ്കിൽ മിണ്ടാതെ മടങ്ങിപ്പോ, ഇതെന്റെ കൽപ്പനയാ. രാഗിണിക്ക് ശബ്ദമില്ലാതായി. അശ്വതിയുടെ മുഖത്ത് വിജയഗർവ് നിറഞ്ഞു. പാർവതി തമ്പുരാട്ടി പാൽ ഗ്ലാസ് വെച്ചിരിക്കുന്ന ട്രേയുടെ അടുത്തേക്ക് വന്നു, ഒപ്പം അശ്വതിയും. അവർ ആ പാലെടുക്കുന്നത് വിറയലോടെ രാഗിണി കണ്ടു. താഴെ കിടക്കറയിൽ തന്റെ മൊബൈൽ കാതോട് ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു രാജരാജേശ്വരി. പാർവതി തമ്പുരാട്ടിയുടെ അറയിൽ നടന്ന മുഴുവൻ സംഭാഷണവും രാഗിണിയുടെ മൊബൈലിലൂടെ അവർ കേൾക്കുകയായിരുന്നു. മുമ്പ് രാഗിണിക്കൊപ്പം പാർവതി തമ്പുരാട്ടിയും അശ്വതിയും അധീനയെ പാൽ കുടിപ്പിക്കാൻ പോയത് മുതൽ ഇത് പതിവാണ്. ഇപ്പോൾ രാജരാജേശ്വരിയുടെ നമ്പർ ഡയൽ ചെയ്തു വെച്ചുകൊണ്ടാണ് രാഗിണി എന്നും പാലുമായി പോവുക. രാജരാജേശ്വരി കോൾ എടുത്ത് ഒന്നും മിണ്ടാതെ ചെവിയോട് ചേർത്ത് പിടിക്കും. തിരിച്ച് തന്റെ റൂമിൽ എത്തിക്കഴിഞ്ഞേ രാഗിണി മൊബൈൽ ഓഫ് ചെയ്യാറുള്ളത്. പാർവതി തമ്പുരാട്ടിയുടെ അറയിൽ നടന്ന സംഭാഷണം കേട്ടതോടെ രാജരാജേശ്വരിക്ക് ആകെ പരിഭ്രാന്തിയായി. പിന്നെ ഒരു നിമിഷം പോലും വൈകിയില്ല. വേഗം അവർ ഇന്റർകോമിലൂടെ അധീനയുടെ അറയിലേക്ക് വിളിച്ചു. കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയായിരുന്ന അധീന വേഗം റിസീവർ എടുത്തു. മുത്തശ്ശിയാ മോളെ, രാജരാജേശ്വരി തിടുക്കത്തിൽ പറഞ്ഞു. എന്താ മുത്തശ്ശി? രാത്രിയിൽ ആരെങ്കിലും മോൾക്ക് പാലുമായി വന്നാൽ കുടിക്കരുത് കേട്ടോ. എന്താ മുത്തശ്ശി, ആരാ പാലുമായി വരുന്നത്? ആര് വന്നാലും കുടിക്കരുത്. കുടിച്ചാൽ അപകടമാ, അത്രയും നീ അറിഞ്ഞാ മതി. കോൾ കട്ടായി. റിസീവർ വെച്ചിട്ട് തിരിയുമ്പോൾ അധീനയുടെ മുഖത്ത് സംശയം നിറഞ്ഞു. മുത്തശ്ശി എന്താ അങ്ങനെ പറഞ്ഞത്? വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അധീന തിരിഞ്ഞു നോക്കി. പാർവതി തമ്പുരാട്ടിയും അശ്വതിയും വരുന്നത് അവർ കണ്ടു. മുത്തശ്ശി പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ പാൽ ഗ്ലാസ് ഉണ്ട്. മുമ്പൊരു രാത്രിയിലും ഇവർ തന്റെ റൂമിലെത്തി പാൽ കുടിപ്പിക്കാൻ ശ്രമിച്ചത് അവൾ ഓർത്തു. അതും പല്ലി വീണ് ചത്ത പാൽ. മോള് ഗെയിം കളിക്കുമായിരുന്നോ? കമ്പ്യൂട്ടറിലേക്ക് നോക്കി അശ്വതി ചോദിച്ചു. അതെ. മോൾക്കുള്ള പാലുമായി വന്നതാ വല്യ മുത്തശ്ശി, ദാ കുടിച്ചോ. പാർവതി തമ്പുരാട്ടി പാൽ ഗ്ലാസ് അധീനയ്ക്ക് നീട്ടി. എനിക്ക് പാല് വേണ്ട വല്യ മുത്തശ്ശി. അതെന്താ ഇന്ന് നിനക്ക് വേണ്ടാത്തത്? പാർവതിയുടെ നെറ്റി ചുളിഞ്ഞു. ഇന്ന് മാത്രമല്ല വല്യ മുത്തശ്ശി, ഞാൻ രാത്രി പാല് കുടിക്കാറേ ഇല്ല, ഓക്കാനം വരും. അപ്പോ നീ ഇന്നലെ മിനിയാന്നും ഒക്കെ കുടിച്ചതോ? അശ്വതി ചോദിച്ചു. ആര് പറഞ്ഞു ഇന്നലെ മിനിയാന്ന് പാല് കുടിച്ചെന്ന്? എനിക്ക് ആരും തരാറുമില്ല, ഞാൻ കുടിക്കാറുമില്ല. തമ്പുരാട്ടിമാർ നടുങ്ങി. രാഗിണി എന്നും നിനക്ക് പാലുമായി വരാറുണ്ടല്ലോ? സംശയം തീർക്കാനായി അശ്വതി ചോദിച്ചു. രാഗിണി ചേച്ചി രാത്രിയിൽ വന്ന് എന്നും എനിക്ക് കിടക്ക വിരിച്ചു തരും, പിന്നെ ഗുഡ് നൈറ്റ് പറയും, അല്ലാതെ പാല് കൊണ്ടുവരാറില്ല. അത് ശരി. പാർവതിയുടെ മിഴികൾ കോപത്തീയിലെരിഞ്ഞു. കൊണ്ടുവന്ന പാലുമായി അവർ പുറത്തേക്ക് പാഞ്ഞു. ബാൽക്കണിയിൽ പാർവതി തമ്പുരാട്ടിയുടെ അറയുടെ മുമ്പിലായിരുന്നു രാഗിണി. അവിടേക്ക് പാഞ്ഞു ചെന്ന പാർവതി വിഷം കലർന്ന പാൽ തറയിലേക്ക് ഒറ്റയേറ് ഗ്ലാസ് പൊട്ടിച്ചെതറി. ഒപ്പം തന്നെ രാഗിണിയുടെ കവിളിലും അടിപൊട്ടി. എന്റെ അമ്മയെ! അവൾ കവിൾ പൊത്തി നിലവിളിച്ചു. മിണ്ടിപ്പോകരുത്, എന്നെ നീ ചതിച്ചു അല്ലേ? പാർവതി വിരൽ ചൂണ്ടി അവളുടെ മുമ്പിൽ നിന്നു. പഴയ കാലമെങ്ങാനും ആയിരുന്നെങ്കിൽ ഈ ക്ഷണത്തിൽ തന്നെ നിന്റെ തല വെട്ടിക്കളഞ്ഞേനെ, അവർ ആക്രോശിച്ചു. തമ്പുരാട്ടി അടിയനോട് പൊറുക്കണേ. രാഗിണി കൈകൾ കൂപ്പി പിടിച്ചു. നിന്നോട് പൊറുക്കാനോ? അശ്വതിക്കും രോഷം ഇരമ്പി. ദിവസവും നീ കൊണ്ടുപോയ പാൽ അവൾക്ക് കൊടുക്കാതെ എന്ത് ചെയ്തടി? പറയടി. അൽക്ക തമ്പുരാട്ടി അറിയാതെ അടിയനത് വാഷ് ബേസിനിൽ ഒഴിച്ചു കളഞ്ഞു തമ്പുരാട്ടി. അസത്തേ, എന്നിട്ട് നീ എന്താടി ഞങ്ങളോടത് പറയാതിരുന്നേ? അടിയന് പേടിയായിരുന്നു തമ്പുരാട്ടി. പേടിയോ നിനക്കോ? സത്യമായിട്ടും തമ്പുരാട്ടിമാരെ അടിയന് പേടി തന്നെയാ. അതുകൊണ്ടാ എന്തു പറഞ്ഞാലും അടിയൻ പറ്റില്ലാന്ന് പറയാത്തത്. രാഗിണി കൈകൂപ്പി തന്നെ നിന്നു. തങ്കക്കുടം പോലുള്ള ആ കൊച്ചു തമ്പുരാട്ടിക്ക് വിഷം കൊടുക്കാൻ അടിയന് വയ്യാഞ്ഞിട്ടാ തമ്പുരാട്ടി. അടിയനും പേറ്റുന്നോ പറഞ്ഞതാ. 2 കുഞ്ഞുങ്ങളുമുണ്ട്. അടിയനതിനെ കൊല്ലാൻ വയ്യ, പൊറുക്കണേ. കഴുതേ, ഞാൻ എണ്ണിത്തന്ന നോട്ടുകെട്ട് കൈനീട്ടി നീ വാങ്ങിയില്ലോ. അപ്പൊ നിനക്ക് പേടിയില്ലായിരുന്നോടി? അപ്പോഴും അടിയന് പേടി. മുഖത്ത് അടി കൊണ്ടതുപോലെ ഇരുവർക്കും തോന്നി. ഒരു ബാല്യക്കാരിക്ക് ഇത്രയ്ക്ക് ഹുങ്കോ? വൈകുന്നേരം ഗിരിധരവർമ്മ എത്തുമ്പോൾ താഴത്തെ വലിയ ഹാളിൽ ഉണ്ടായിരുന്നു രാജരാജേശ്വരി. ഗിരിധരവർമ്മ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നെ ആ 7th സ്കൂളിൽ നിന്നും വിളിച്ചിരുന്നു. നമ്മളെന്താ കുട്ടിയെ ചേർക്കാൻ ചെല്ലാത്തതെന്ന് വർമ്മ പറഞ്ഞു. പഴയ സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞില്ലേ? ഏതായാലും നാളെ അധീനയും കൂട്ടി നമുക്ക് സ്കൂളിൽ പോകണം.
അതിലും അത്യാവശ്യം ഇപ്പോൾ മറ്റൊന്നാ ഗിരിയേട്ട. അത് പറയാനാ ഞാനിവിടെ കാത്തു നിന്നത്. എന്താ രാജേശ്വരി? പാലിൽ വിഷം കലക്കി കൊടുക്കുന്ന പരിപാടി നിന്നു. പ്ലാൻ തെറ്റിയതുകൊണ്ട് ജ്യേഷ്ഠത്തിയും അശ്വതിയും ഇനി അടുത്ത പ്രവർത്തികൾക്ക് മുതിർന്നാലോന്നാ എന്റെ ഭയം. അറയിൽ കയറി ആരും അറിയാതെ അവർ അധീനയെ കൊന്നുകളഞ്ഞാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? വർമ്മ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ ആ കുട്ടിയുടെ അറയിൽ വെക്കണം. അതിന്റെ മോണിറ്റർ എന്റെ അറയിലും. ആ റൂമിൽ ആര് കയറിയാലും എനിക്ക് കാണണം. ഗിരിധരവർമ്മ ഒന്ന് ആലോചിച്ചു. ശരിയാ രാജേശ്വരി നീ പറഞ്ഞത്. അതൊരു ബുദ്ധിയാണ്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. രാജരാജേശ്വരിക്ക് സമാധാനമായി. പിറ്റേന്ന് ഇരുവരും കൂടി അദീനയുമായി 7th സ്കൂളിലെത്തി. അദീനയ്ക്ക് അതുവരെ ലഭിച്ച മാർക്കുകളും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലുമുള്ള അവളുടെ പ്രാഗൽഭ്യവും ഒക്കെ പ്രിൻസിപ്പൽ രാജേന്ദ്രബാബുവിൽ വലിയ സന്തോഷമുണ്ടാക്കി. അത്യാഹ്ലാദത്തോടെയാണ് അവൾക്ക് അഡ്മിഷൻ നൽകാൻ തുടങ്ങിയത്. പക്ഷേ കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരു പ്രശ്നം പൊന്തി വന്നു. ഗിരിധരവർമ്മ അഡ്മിഷന് വേണ്ടി നൽകിയിരുന്ന പേര് അൽക്കാവർമ്മ എന്നാണ്. പക്ഷെ ടിസിയിലും മറ്റ് സർട്ടിഫിക്കറ്റുകളിലും അധീന എന്നായിരുന്നു. എന്താ തമ്പുരാൻ പേരിൽ ഇങ്ങനെയൊരു മാറ്റം വന്നത്? രാജേന്ദ്രബാബു ചോദിച്ചു. ആരുഷി വർമ്മ പ്രസവിച്ച ഇരട്ടക്കുട്ടികളിൽ ഒരാൾ നഷ്ടപ്പെട്ട ചരിത്രം ഗിരിധരവർമ്മയ്ക്ക് പറയേണ്ടി വന്നു. ഒരു കാര്യം ചെയ്യാൻ തമ്പുരാൻ, രാജേന്ദ്രബാബു നിർദ്ദേശിച്ചു. തൽക്കാലം അദീന എന്ന പേരിൽ തന്നെ തമ്പുരാട്ടിക്കുട്ടി ഇവിടെ അഡ്മിഷൻ എടുക്കട്ടെ. അതിനുശേഷം പേര് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഗസറ്റിൽ വിജ്ഞാപനം ചെയ്താൽ പേരിൽ തിരുത്തു വരുത്താം. SSLC സർട്ടിഫിക്കറ്റ് നേടും മുമ്പ് അത് ചെയ്യണം. അതിലെ പേരാണല്ലോ പിന്നീട് റെക്കോർഡാവുന്നത്. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. ഗിരിധരവർമ്മ സമ്മതിച്ചു. അതോടെ അദീനയ്ക്ക് അഡ്മിഷനായി. പുതിയ സ്കൂൾ, പുതിയ യൂണിഫോം, പുതിയ ഡ്രസ് കോഡ്, പുതിയ സഹപാഠികൾ. ഇതുവരെയുള്ള റെക്കോർഡുകളും കൊട്ടാരത്തിലെ കാറിൽ ദിവസേന ചെന്നിറങ്ങുന്നതുമൊക്കെ സ്കൂളിൽ പെട്ടെന്ന് അവൾക്കൊരു താരപരിവേഷമുണ്ടാക്കി. ആൺകുട്ടികളും പെൺകുട്ടികളും അവളുടെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിച്ചു. അദീന അതെല്ലാം ആസ്വദിച്ചു. ഒപ്പം ചെമ്പൂർ കൊട്ടാരത്തിലെ അടുത്ത സ്ഥാനപതിയുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് മോളെ സ്കൂളും ടീച്ചേഴ്സും കുട്ടികളുമൊക്കെ? ആദ്യം ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ അദീനയെ അരികിൽ വിളിച്ച് രാജരാജേശ്വരി ചോദിച്ചു. എല്ലാവരും എന്നെ പരിചയപ്പെടാൻ വന്നു മുത്തശ്ശി. അദീന അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ ചെമ്പൂർ കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ? എല്ലാവർക്കും സന്തോഷമായി. നീ ചെമ്പൂർ കൊട്ടാരത്തിലെ രാജകുമാരിയല്ലെന്ന് രാജരാജേശ്വരി പറഞ്ഞില്ല. 7th പോലുള്ള വലിയൊരു സ്കൂളിന്റെ പ്രിൻസിപ്പളും സ്റ്റാഫും മുഴുവൻ അഭിമാനിക്കുന്ന തരത്തിൽ നല്ലൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടാണ് ഇത്ര ചെറിയ പ്രായത്തിലെ അവൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതോർത്തപ്പോൾ രാജരാജേശ്വരിക്ക് അവളോടൊരു പ്രത്യേക സ്നേഹം തോന്നി. അദീന തന്റെ കൊച്ചുമകളല്ലെന്നും ആർക്കോ പിറന്ന പകരക്കാരിയാണെന്ന് രാജരാജേശ്വരി മെല്ലെ മറന്നു തുടങ്ങി. അവളുടെ പഠന കാര്യങ്ങളിലും പരിചരണത്തിലും അവർ കൂടുതൽ ശ്രദ്ധിച്ചു. പഠിക്കാൻ മാത്രമായി കൊട്ടാരത്തിൽ അവൾക്കൊരു റൂം സജ്ജീകരിച്ചു കൊടുത്തു. അവിടെയും ഒരു CC ക്യാമറ ഫിറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അദീന സ്കൂളിൽ നിന്ന് എത്തിയാൽ കഴിയുന്നത്ര സമയം അവളുടെ അടുത്ത് തന്നെ രാജരാജേശ്വരി ഇരുന്നു. പാർവതി തമ്പുരാട്ടിയും അശ്വതിയും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നാശം പിടിക്കാൻ അശ്വതി അമർഷം കൊണ്ടു. അവളെ പാല് കുടിപ്പിക്കുന്ന പണി നടന്നില്ല. അടുത്ത പ്ലാനും നടക്കുന്ന മട്ടില്ല. ഇളയമ്മ സദാസമയം അവളുടെ കൂടെ തന്നെയാ. പേരക്കുട്ടിയെ അടുത്ത് കിട്ടിയപ്പോൾ സ്നേഹം കൊണ്ടങ്ങ് പൊതിഞ്ഞു മൂടുകയാ. പാർവതി പറഞ്ഞു. ഞാനും എന്റെ മോനും സ്വപ്നം കാണുന്നതൊക്കെ ഒടുവിൽ വെള്ളത്തിലാകും അല്ലേ അമ്മേ? പാർവതിക്ക് അമർഷവും നിരാശയും ഉണ്ടായി. അങ്ങനെ പറയല്ലേ കുട്ടി. ഒരു പ്ലാൻ തെറ്റി ഒരവസരവും എന്ന് കരുതി നമ്മൾ ജയിക്കില്ലെന്ന് നീ കരുതണ്ട. നമ്മൾ ജയിച്ചിട്ടേ മടങ്ങൂ. അശ്വതി അമ്മയുടെ ദൃഢനിശ്ചയം ഉറഞ്ഞ മുഖത്തേക്ക് നോക്കി. അവൾക്ക് തൃപ്തിയായി. പിറ്റേന്ന് രാവിലെ ശ്രീദുർഗയുടെ സന്നിധിയിൽ തൊഴുതു പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു രാജരാജേശ്വരി. അദീനയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മാളവിക മൊബൈൽ വെച്ച് നീട്ടിയത്. ഡോക്ടർ ലിസി പോൾ വിളിക്കുന്നുണ്ട് തമ്പുരാട്ടി. രാജരാജേശ്വരി മൊബൈൽ വാങ്ങി അറ്റൻഡ് ചെയ്തു. തമ്പുരാട്ടി, ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. ലിസി പോളിന്റെ സന്തോഷമുള്ള ശബ്ദം കാതിലെത്തി. എന്താ ഡോക്ടർ, പറയൂ. ആരുഷി വീണ്ടും പഴയ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തമ്പുരാട്ടിക്ക് അൽക്കയെ കാണണമെന്ന് പറഞ്ഞു. എന്റെ ശ്രീദുർഗാദേവി അമ്മേ. രാജരാജേശ്വരിയുടെ മനസ്സും കണ്ണുകളും ഒരുപോലെ നിറഞ്ഞു. ഇന്ന് 12 മണിക്ക് വൈശാഖൻ സാറ് വരും. കുട്ടിയും കൂട്ടി എത്താൻ തമ്പുരാട്ടിക്ക് അസൗകര്യമൊന്നുമില്ലല്ലോ? എന്ത് അസൗകര്യം? ഞങ്ങൾ അങ്ങ് എത്തിയിരിക്കും ഡോക്ടർ. കോള് കട്ട് ചെയ്ത് രാജരാജേശ്വരി ആ വിവരം അധീനയോട് പറഞ്ഞു. എന്റെ അമ്മയുടെ അസുഖം ഭേദമാക്കണേ ദേവിയെന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂ മുത്തശ്ശി. അധീന ഉത്സാഹത്തോടെ പറഞ്ഞു. നമുക്ക് പോകാം. എനിക്കും അമ്മയെ കാണാൻ കൊതിയായി. ശരി മോളെ, രാജരാജേശ്വരി പറഞ്ഞു. ഡോക്ടർ വൈശാഖനുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിൽ നിന്ന് ഇത്തവണയും ഗിരിധരവർമ്മ ഒഴിഞ്ഞു മാറി. രാജരാജേശ്വരിയും മാളവികയും കൂടിയാണ് അധീനയെ ഹോസ്പിറ്റലിൽ എത്തിയത്.
ആരുഷി വർമ്മയുടെ റൂമിൽ ഡോക്ടർ വൈശാഖനും ഡോക്ടർ ലിസി പോളും ഉണ്ടായിരുന്നു. അവരുടെ നിരീക്ഷണത്തിൽ തന്നെ അധീനയെ ആരുഷിയുടെ അടുത്തേക്ക് വിട്ടു. തന്നിലേക്ക് നടന്നെടുക്കുന്ന അധീനയെ ആരുഷി ശ്രദ്ധയോടെ നോക്കി. അൽക്ക, ആരുഷി മെല്ലെ വിളിച്ചു. അമ്മയുടെ പൊന്നെ. അതീവ സ്നേഹത്തോടെ ആരുഷി അധീനയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ആ തിരിച്ചറിവിൽ എല്ലാ മുഖങ്ങളിലും സന്തോഷം നിറഞ്ഞു. പക്ഷേ അധീനയിൽ നിന്ന് ആരുഷി പിടിവിട്ടതേയില്ല. വരിഞ്ഞു കെട്ടിയപടി ഒരേ ഇരിപ്പ്. അധീന ശ്വാസം മുട്ടി പിടഞ്ഞു. ആരുഷി, ഡോക്ടർ വൈശാഖൻ വിളിച്ചു. ആരുഷി, കുട്ടിയെ കിട്ടിയില്ലേ? മതിലാളിച്ചത് വിടൂ. ആരുഷിക്ക് കേട്ട ഭാവമേയില്ല. അധീന തിരിയുകയും കുതിർക്കുകയും ചെയ്തിട്ടും അവൾ പിടിവിട്ടില്ല. അമ്മയുടെ പൊന്നെ. കിട്ടിയ നിധി മുറുകെ പിടിച്ച് അവൾ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടേയിരുന്നു. അമ്മയെ വിട്ട് പൊന്നെ എവിടെ പോയതാടാ? ഞാൻ എങ്ങും പോയില്ലമ്മേ, അധീന ഞെരങ്ങുന്നത് പോലെ പറഞ്ഞു. അവളുടെ മുഖത്തെ വിഷമം രാജരാജേശ്വരിയും ശ്രദ്ധിച്ചു. ഡോക്ടർ, മോൾ ആകെ വിഷമിക്കുന്നുണ്ടല്ലോ, അവർ ഡോക്ടർ ലിസി പോളിനോട് പറഞ്ഞു. കഥ നാളെ തുടരും.